Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Redmi K സീരീസിലെ ബഡ്ജറ്റ് ആയ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞ ഫോണായ K20 ആണ്. അപ്പോൾ K20 Pro നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു. K20 Pro എന്ന് പറഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. ഇത് കുറേയും കൂടി മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ്. 20 to 25K പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. പക്ഷേ അതേ ഹാർഡ്വെയർ ആസ്പെക്ട്സിനെ ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇതിൽ K20യും K20 Proയും തമ്മിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. പ്രോസസ്സറാണ് ഒരു മേജർ ചേഞ്ച്. പിന്നെ അതുകൂടാണ് എൻ്റെ ക്യാമറ സെൻസറിൽ ചെറിയ മാറ്റമുണ്ട്. ഇതിൽ IMX 586 സെൻസർ അല്ല, 582 ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ്. 4K 60 FPS സപ്പോർട്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ക്യാമറ സെൻസറാണ്. പിന്നെ ഇതിനകത്ത് 18 വാട്ട് ഫാസ്റ്റ് ചാർജറേ ഉള്ളൂ, മറ്റേ 27 വാട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ തമ്മിൽ ഡിഫറൻസ്. ബാക്കി ഡിസൈൻ ആസ്പെക്റ്റിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും പോപ്പപ്പ് സെൽഫി ക്യാമറ എല്ലാം തന്നെ സെയിം ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 6GB റാം 64GB സ്റ്റോറേജ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സിന് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിന്റെ ബാക്കിൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. 48 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730 പ്രത്യേകത എന്ന് വെച്ചാൽ 2 മാസം മുമ്പേ അനൗൺസ് ചെയ്ത പ്രോസസ്സറാണ്. വളരെ പവർഫുൾ ആയ പ്രോസസ്സറാണ്. ക്വാൾകോമിന്റെ മൂന്നാമത്തെ ബെസ്റ്റ് പ്രോസസ്സറാണ് 730. അതായത് ഫാസ്റ്റസ്റ്റ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 855, അത് കഴിഞ്ഞാൽ 845, അത് കഴിഞ്ഞാൽ വരുന്നത് 730 ആണ്. അപ്പോൾ അത്രയും പവർഫുൾ ആയ പ്രോസസ്സറാണ് 730. പിന്നെ 20 മെഗാപിക്സൽ പോപ്പപ്പ് സെൽഫി ക്യാമറ, AMOLED ഡിസ്പ്ലേ, Gorilla Glass 5, ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് സ്കാനർ, ടെലിഫോട്ടോ പ്ലസ് വൈഡ് ആംഗിൾ ലെൻസ്, AI ഫേസ് അൺലോക്ക്, 18 വാട്ട് ഫാസ്റ്റ് ചാർജർ, ഡുവൽ വോൾട്ടി, 3D ഗ്ലാസ് ബാക്ക് വിത്ത് Gorilla Glass, 4000 mAh കപ്പാസിറ്റി ബാറ്ററി. പിന്നെ ഗ്ലേഷ്യർ ബ്ലൂ ആണ് നമ്മുടെ കയ്യിലുള്ള വേരിയന്റ്. 6+64GB ആണ് സ്റ്റോറേജ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. വേറെ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പോപ്പപ്പ് സെൽഫി ക്യാമറന്റെ ഒരു പടം കാണാം ഇവിടെ. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വേറൊരു ചെറിയ ബോക്സ് ആണ്. ഇതിനകത്ത് വരുന്നത് ഒരു സിം ഇജക്ടർ പിന്നാണ്. പിന്നെ ഒരു കേസ് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ K20 Proയിൽ കണ്ട അതേപോലെ തന്നെ കേസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു ക്വാളിറ്റി കേസാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷ് ആയ കേസാണ് കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് സെയിം ഫിനിഷാണ് വരുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ ആണ്, യൂസർ ഗൈഡ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്മാർട്ട് ഫോണാണ്, Redmi K20 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് Redmi K20. നമ്മുടെ കയ്യിലുള്ളത് ഗ്ലേഷ്യർ ബ്ലൂ ആണ്. അപ്പോൾ നേരത്തെ K20 Proയിൽ അതേ കളർ തന്നെയാണ് വരുന്നത്. നല്ലൊരു പാറ്റേൺ ഫിനിഷാണ്. പിന്നെ ഓവറോൾ ഒരു സോളിഡ് ലുക്ക് ആൻഡ് ഫീൽ ആണ് ഇതിന് ആക്ച്വലി വരുന്നത്. അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിൽ നമുക്ക് ഇതേ ഓൾമോസ്റ്റ് ഇതേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് Realme Xൽ. പക്ഷെ അതായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുന്നത് 1-2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഇത് ഗ്ലാസ് ഫിനിഷാണ്, കുറച്ചും കൂടെ പ്രീമിയം ഫിനിഷ് കിട്ടുന്നുണ്ട്. Realme Xൽ പ്രീമിയം ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒരുപാട് വ്യത്യാസമുണ്ട്. Realme Xും ഇതുമായിട്ട് പലരും കമ്പയർ ചെയ്യാൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാണ്, ഇതിന് ആക്ച്വലി വളരെ പ്രീമിയം ഫിനിഷാണ് വരുന്നത്. കാരണം ഈ പാറ്റേൺ ഒക്കെ ആക്ച്വലി ഉണ്ടാക്കിയെടുക്കാൻ വളരെ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ഡിവൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് കുറേ കൂടെ പ്രീമിയം ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ഗ്ലാസ് ഫിനിഷും Gorilla Glass സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ വളരെ ഒരു പ്രീമിയം ഫിനിഷാണ്. പിന്നെ പവർ കീ റൈറ്റ് സൈഡിലാണ്, വോളിയം കീസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം സെക്ഷനിൽ USB Type C പോർട്ടും സിം കാർഡും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. SD കാർഡ് സപ്പോർട്ട് ഇല്ല ഇതിനകത്ത്. പിന്നെ പോപ്പപ്പ് സെൽഫി ക്യാമറയും 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളും കൂടി നോക്കാം. ഇതിനകത്ത് വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്, 48 മെഗാപിക്സൽ ക്യാമറ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ടെലിഫോട്ടോ ലെൻസുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ബോക്സിനകത്ത് വരുന്നത് ഒരു 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ചാർജിങ് 18 വാട്ടാണ് അവൈലബിൾ, 27 വാട്ട് ഇല്ല. 27 വാട്ട് K20 Proയിലും മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ഒരു USB Type C കേബിളാണ്, ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് Redmi K20. നമ്മൾ ജസ്റ്റ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. വളരെ ഒരു ബ്രില്യൻ ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് കാണാം വ്യൂയിങ് ആംഗിൾസ് വളരെ മികച്ചതാണ്. AMOLED പാനൽസിൽ എപ്പോഴും നല്ല ക്വാളിറ്റിയാണ് വരാറ്, നല്ല കളർ റീപ്രൊഡക്ഷനും നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ് വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. Gorilla Glass 5 സപ്പോർട്ടാണ്. ഫ്രണ്ടിലും ബാക്കിലും Gorilla Glass 5 ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Android 9.0 ആണ് വരുന്നത്. നമുക്ക് MIUI പോക്കോ ലോഞ്ചറുള്ള പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. താഴെ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്യാവുന്നതാണ്. മേളിൽ എല്ലാ ഓപ്ഷൻസും തന്നെ ഉണ്ട്. അപ്പോൾ പോക്കോ ലോഞ്ചറിന്റെ പോലെ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് കമ്പനി ഞങ്ങളുടെ അടുത്ത് പറയുണ്ടായി. അപ്പോൾ എബൌട്ട് ഫോണിൽ MIUI ഗ്ലോബൽ വേരിയന്റ് 10.3 ആണ് വേർഷൻ വരുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730, 6GB റാമും 64GB സ്റ്റോറേജും ആണ്. അതിൽ 52GB ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതാണ് Redmi K20. അപ്പോൾ ഇതൊരു നല്ലൊരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം വളരെ നല്ല
പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിട്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730 എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ 700 സീരീസിലെ ഏറ്റവും പെർഫോമിംഗ് ചിപ്സെറ്റാണ് 730. അപ്പോൾ 710ഉം 712നേക്കാളും വളരെ പവർഫുൾ ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് 40% ഇൻക്രീസ് ഇൻ പവർ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് 6 GB റാമാണ് വരുന്നത്, 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. അപ്പോൾ ക്യാമറ വരുന്നത് 48 MP സോണി IMX582 സെൻസറാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 48 MP മോഡ്, സ്ലോ മോഷൻ, പോർട്രേറ്റ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് നമുക്ക് കഴിഞ്ഞാൽ സൂം ചെയ്യാം, 2x ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. ഇതാണ് വൈഡ് ആംഗിൾ ക്യാമറ. നല്ല വൈഡ് ആംഗിൾ ആണ്, 0.6 വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓപ്ഷൻസ് ടോഗിൾ ചെയ്യാവുന്നതാണ്. വീഡിയോ റെക്കോർഡിംഗ് 4K സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സിലേക്ക് പോകാം. 4K 30 FPS സപ്പോർട്ടഡ് ആണ്. 4K 60 FPS ആണ് IMX586 സെൻസർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 4K 30 FPS ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ആക്ച്വലി. ബാക്കി 48 MP ക്യാമറ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ AI മോഡും എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി പോപ്പപ്പ് സെൽഫി ക്യാമറ എടുക്കുകയാണെങ്കിൽ ഇതാണ് പോപ്പപ്പ് സെൽഫി ക്യാമറ. നിങ്ങൾക്ക് കാണാം, ഇതാണ് പോപ്പപ്പ് സെൽഫി ക്യാമറ. അപ്പോൾ പോപ്പപ്പ് സെൽഫി ക്യാമറ പുറത്തോട്ട് വരുമ്പോൾ ഒരു ലൈറ്റും കാണാം നിങ്ങൾക്ക് ആക്ച്വലി. ഒരു ലൈറ്റ് പൊങ്ങി വരുന്നതും കാണാം. അപ്പോൾ ഇതാണ് പോപ്പപ്പ് സെൽഫി ക്യാമറ. K20 Pro and the K20 has EIS support, so video recording should be pretty much stable. So that's the camera aspect. So camera samples we are taken with the Redmi K20. Will be coming up with a detailed camera review, so stay tuned for that. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു പെർഫോമൻസ് നമുക്ക് തരുന്നതാണ്. 18 വാട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ QC 4.0ൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി K20ൻ്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.